ഒരുപാട് പേർ ചോദിക്കുന്ന സംശയമാണ് ഏത് തരം പാത്രത്തിലാണ് പാകം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ അമ്മമാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ സമയം പാഴാക്കുന്നത്? അവർ പറയുന്ന ഒരൊറ്റ ഉത്തരം, നിങ്ങൾക്ക് പാചകം ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ സമയം കളയുന്നത് എന്നാണ്. കാരണം നമ്മൾ അടുക്കളയിൽ സഹായിക്കാറ് പോലുമില്ല. എന്നാൽ ഈ ഒരു പാത്രം, ഈ ഒരു ഇഡലി കുട്ടകം കൊണ്ട് പല തരത്തിലുള്ള ഉപയോഗങ്ങൾ നമ്മുടെ വീട്ടുകാർക്കുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഒന്നുണ്ട്, നീ എന്താടാ പരസ്യം ചെയ്യുകയാണോ എന്ന്. ഞാനിതിൻ്റെ വിലയും പറയുന്നില്ല, ഇത് വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ തിരഞ്ഞു നോക്കി വാങ്ങിച്ചുകൊള്ളൂ. ആവശ്യമെങ്കിൽ മാത്രം. പാചകം ചെയ്യാൻ കാണിക്കുന്ന കഴിവ് സാധനം നോക്കി വാങ്ങാനും കാണിക്കുന്നത് വളരെ നല്ലതാണ്. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കുഴക്കട്ട ആയിക്കോട്ടെ, ഇലയടയും ഇലയപ്പവും ആയിക്കൊള്ളട്ടെ, എന്ത് ആഹാരവുമായിക്കൊള്ളട്ടെ, നല്ല രീതിയിൽ പാകം ചെയ്തെടുക്കാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രത്തിന് സാധാരണ പാത്രത്തെ അപേക്ഷിച്ച് നല്ല കഴിവുണ്ട്. സാധാരണയായി പല വീടുകളിലും അലൂമിനിയത്തിൻ്റെ ഇഡലി പാത്രങ്ങളാണ് ഉള്ളത്. ഇഡലി പാത്രമായിക്കൊള്ളട്ടെ, ഇഡലി കുട്ടുപങ്ങളായിക്കൊള്ളട്ടെ, അലൂമിനിയത്തിൻ്റെ വാങ്ങുമ്പോൾ അലായയോ അന്ന അലൂമിനിയമോ നോക്കി വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേർ ചോദിക്കുന്ന സംശയമാണ് ഏത് തരം പാത്രത്തിലാണ് പാകം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഏത് പാത്രത്തിൽ പാകം ചെയ്താലും നല്ല മനസ്സോടുകൂടിയാണ് പാകം ചെയ്യുന്നതെങ്കിൽ അത് വളരെ മനോഹരം തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ തന്നെ പാകം ചെയ്യുക, അതാണ് ശരിയായ രീതി. ടാറ്റാ, ബൈ.